വല്ലദീന ആമനു എന്നുള്ള വലിയന്നെയാണ്. വല്ലദീന ആമനു ഉണ്ടല്ല, വല്ലദീന ആമനു പറഞ്ഞപ്പോ നമ്മളൊക്കെ പെടും. പക്ഷെ വല്ലദീന ആമനു എന്ന് നിർത്തിയിട്ടില്ല. അല്ലദീന യുഖീമൂന സ്വലാത്ത വയൂത്തൂന സകാത്ത വഹും റാക്കിഊൻ. നിസ്കരിക്കുന്ന എന്നാ തന്നെ പിന്നെന്തിനാ വഹും റാക്കിഊൻ എന്ന് പറഞ്ഞു? യുഖീമൂന സ്വലാത്താണ് നിസ്കാരത്തിലുള്ള ഒന്നാണല്ലോ റുക്കൂ എന്നാണ്. നിസ്കരിക്കുന്നതാണ് നിർത്തിയില്ല, വഹും റാക്കിഊൻ. അതാണ് വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ എന്ന് പറഞ്ഞ് അള്ളാന്റെ യഥാർത്ഥ ഔലിയാക്കൾ ഏതാന്ന് അല്ലാഹു തആല മറ്റൊരായത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണത്തിന്റെ ചുരുക്ക രൂപമാണ് ഇവിടെ പറഞ്ഞത്. ഇതുകൊണ്ട് ഉദ്ദേശം വലിയാണെന്ന് ഏതെങ്കിലും തഫ്സീറിൽ ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇസ്തിഗാസ മറ്റുള്ള ദുആയേക്കാളും അഫ്ദൽ ഇസ്തിഗാസയാണെന്ന് പല കിതാബുകളിലുമുള്ള. എങ്ങനെ ഇസ്തിഗാസ ഈ ദുആഇനേക്കാളും സാധാ ദുആ ചെയ്യുമ്പോ അതിനേക്കാളും ഉത്തമം ഇസ്തിഗാസയാണെന്ന് സുന്നി പണ്ഡിതന്മാരുടെ കിതാബുകളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടോന്നാ ചോദിക്കുന്നത്? അപ്പൊ ഏതാണ് നല്ലത് നിങ്ങൾ ചോദിച്ച്, അപ്പൊ രണ്ടും ശരിയാന്ന് ഇപ്പൊ അംഗീകരിച്ചോല്ലേ? അതൊന്നും ഇങ്ങോട്ട് പറയും. ഏതാ നല്ലത് ഏതാ പുണ്യം എന്ന് ചോദിക്കാൻ രണ്ടും പറ്റുന്നാളെ രണ്ടും ശരിയാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അതൊന്നും അംഗീകരിച്ചാ ഏതാ നല്ലത് ഞാൻ പറഞ്ഞുതരാം. സുന്നി പണ്ഡിതന്മാരുടെ കിതാബുകളിൽ അങ്ങനെ ഉണ്ട്. അത് അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്നാണ് ചോദ്യം. ഏത് ഇസ്തിഗാസ പിന്നെ മറ്റുള്ളതിനേക്കാളും അതല്ല സുഹൃത്തെ ഞാൻ ചോദിക്കുന്നത്. നിങ്ങളിപ്പോ ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞു. ഈ പറഞ്ഞ മറുപടി ആയോ ഇല്ല നിങ്ങളൊന്നും അത് പറയും. പറഞ്ഞത് പിന്നെ ചോദിച്ചോളൂ, ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ കുറെ ചോദിച്ചല്ലോ, അതിനൊക്കെ ഇപ്പൊ ഞാൻ മറുപടിയും പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ വേറൊന്നാ ചോദിക്കണ്. അപ്പൊ ആ പറഞ്ഞപ്പോ നിങ്ങൾക്ക് സമ്മതമായോ ഇല്ലേ അതൊന്നും ഇങ്ങോട്ട് പറയാം. ഞാൻ പറഞ്ഞെനിക്ക് മനസ്സിലായോ? അല്ല മൂപ്പരത്ത് കഴിയട്ടെ, മൂപ്പരത്ത് കഴിഞ്ഞിട്ടില്ല. മൂപ്പരത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞെനിക്ക് മനസ്സിലായോ? നിങ്ങളിപ്പോ കുറെ ചോദിച്ചല്ലോ എന്നോട് അല്ലേ? അതിനൊക്കെ ഞാൻ മറുപടിയും പറഞ്ഞു. ഈ പറഞ്ഞ മറുപടി ഇപ്പൊ നിങ്ങൾക്ക് മറുപടി അയക്കണോ? ഈ പറഞ്ഞോടുത്ത് ഔലിയാക്കളാന്ന് ഈ വാർത്തയാണ് ഞാൻ വായിച്ചുതരാം. അപ്പൊ റസൂല് വല്ലദീനാമനുവിന്റെ അവിടെ പോകുമ്പോൾ ഇഷ്കാലുള്ളൂ. റസൂല് എന്ന് പറഞ്ഞപ്പോ മൊയ്ജിദത്തിന്റെ സഹായം തന്നെയാണ് എന്ന് നിങ്ങൾ അംഗീകരിച്ചു എന്ന് എനിക്ക് മനസ്സിലാവും. കാരണം ഈ വല്ലദീനാമനുവിന്റെ അവിടെ ഏതുള്ളൂ പ്രശ്നമുള്ളൂ അല്ലേ? ഏതായിക്കോട്ടെ, ഈ വാർത്ത ഞാൻ വായിച്ചുതരാം. അതായത് ഇമാം റാസി അവിടെ പറയുന്നത് ഇന്നമാ വലിയുക്കും, തീർച്ചയായും നിങ്ങളുടെ സഹായി. ഈ വാർത്ത ഞാൻ വായിക്കാം. നമ്മളല്ലോ ആദ്യം ഒന്ന് വിഷയം മനസ്സിലാക്കുക, എന്നിട്ട് ഈ വാർത്ത വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. നിങ്ങളുടെ സഹായി ആണെങ്കിൽ ഇപ്പോ മൂമിനീങ്ങളോടാണത് പറയുന്നത് അല്ലേ? നിങ്ങളുടെ സഹായി എന്ന് പറഞ്ഞാൽ മൂമിനീങ്ങളോടാണല്ലോ പറയുന്നത്. അപ്പൊ ഈ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ പെട്ടു. ഇനി സത്യവിശ്വാസികളാണെന്ന ശേഷം പറയുന്നത്. അപ്പൊ എന്നെ ഞാൻ തന്നെ സഹായിക്കുന്നതായി ഇപ്പൊ അതിന്റെ അർത്ഥം. കാരണം ഇന്നമാ വലിയുക്കും, തീർച്ചയായും നിങ്ങളുടെ സഹായി. ഈ നിങ്ങൾ തന്നെ ഇപ്പൊ ആരാണ്? മൂമിനീങ്ങളോടാണല്ലോ നിങ്ങളുടെ സഹായി എന്ന് പറയുന്നത്. എന്നിട്ട് നിങ്ങളുടെ സഹായി ആരാണ്? വല്ലദീന ആമനു, സത്യവിശ്വാസികളാണെന്ന ശേഷം പറയുന്നത്. അപ്പൊ എന്നെ ഞാൻ തന്നെ സഹായിക്കാന്നുള്ളൊരു അർത്ഥം അതിന് കിട്ടുമല്ലോ. അത് ശരിയല്ലേ? എന്നെ ഞാൻ തന്നെ സഹായിക്കാന്നല്ലല്ലോ അവിടെ പറയുന്നത്. അപ്പൊ ഔലിയാക്കൾ മറ്റുള്ളവരെ സഹായിക്കും എന്നാണ് ഈ പറഞ്ഞത് എന്നാണ് ഇമാം റാസി പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ വായിച്ച. നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. അന്ന് മദീനയിലുള്ള മുസ്ലിങ്ങളിൽപ്പെട്ട ആൾക്കാർ പലർക്കും അമുസ്ലിങ്ങളും ജൂത ക്രിസ്ത്യാനികളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. പലർക്കും അവരോട് പിരിയാൻ വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങിയ ആയത്താണ് മുസ്ലിങ്ങളുടെ സഹായികൾ അള്ളാഹുവാണ്, റസൂലാണ്, സത്യവിശ്വാസികളാണ്. അള്ളാഹു സഹായിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് ഹിദായത്ത് തരികയും നമ്മൾ സ്വർഗം തരികയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കും എന്ന് പറഞ്ഞാൽ ഈ റിസാലത്ത് നമുക്ക് എല്ലാ ത്യാഗങ്ങളും സഹിച്ച് ഈ ഖിയാമത്ത് നാള് അവസാനം വരെയുള്ള നമുക്ക് ഇത് എത്തിച്ചു തരുന്നതാണ് റസൂൽ അവിടെ സഹായി എന്ന് പറഞ്ഞത്. ഷാഫി ഇമാം, നമ്മൾ ഉദാഹരണമായിട്ട് ഷാഫി ഇമാമിന്റെ കിതാബുകൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഷാഫി ഇമാമ നമ്മുടെ സഹായിയാണ്. അതിനർത്ഥം ഷാഫി ഇമാമ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കലാണ് എൻ്റെ വിനീതമായ അഭിപ്രായത്തിൽ. എങ്ങനെയും ദുർവ്യാഖ്യാനമോ അല്ലെങ്കിൽ എൻ്റെ ഭാഷ ദുർവ്യാഖ്യാനം, നിങ്ങളുടെ ഭാഷയിൽ നല്ല വ്യാഖ്യാനം, ഏതായാലും വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ ഇന്ത്യ രാജ്യമാണ്, നമുക്ക് എന്തും പറയാം. പക്ഷെ അള്ളാഹുവും ഇതിൽ സാക്ഷിയാണ്, മലക്കുകൾ സാക്ഷിയാണ്. അതുകൊണ്ട് കുറച്ചും കൂടി സൂക്ഷ്മത പാലിക്കണമെന്ന് അള്ളാഹുവിൻ്റെ പേര്, ഇസ്ലാമിൻ്റെ പേരിൽ ഞാൻ അപേക്ഷിക്കാൻ നിർത്തിയില്ല. ഒറ്റ ചോദ്യം, ഒരു ഇതും കൂടി പറയട്ടെ, എൻ്റെ അഭിപ്രായമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ് മൊയ്സത്ത് കൊണ്ട് സഹായിക്കാന്ന്. മൊയ്സത്തുകൾ നബിമാർക്കും കഴിഞ്ഞിട്ട് വരെ കഴിഞ്ഞു
പിന്നെ പറയാൻ മുജിസത്ത് റസൂൽ നബിമാർക്കും കറാമത്ത് ഔലിയാക്കൾക്കും അള്ളാഹു സ്ഥിരമായി കൊടുത്ത ഒരു കഴിവല്ല. മൂസാ നബി കുറെ കാലം കഴിഞ്ഞിട്ടാണ് മൂസാ നബിക്ക് ഈ വടിക്ക് ഇങ്ങനെ കഴിവുണ്ട് എന്നുള്ളത് അള്ളാഹു കാണിച്ചു കൊടുക്കുന്നത്. അത് തന്നെ പിന്നെ മൂസാ നബി എനിക്ക് ഇങ്ങനെ കഴിവുണ്ടല്ലോ എന്ന് കൂടി പറഞ്ഞിട്ടില്ല. കറാമത്തുകളും അങ്ങനെ തന്നെയാണ്. കറാമത്ത് ഒരാൾക്ക് വെളിപ്പെട്ടാൽ സ്ത്രീകൾ, കുറച്ച് മോശമുള്ള പ്രയോഗമാണ്, പക്ഷെ ഞാൻ കാര്യത്തിന് വേണ്ടി പറയാണ്, സ്ത്രീകൾ ആർത്തവം മൂടി വെക്കുന്ന മാതിരി അത് മൂടി വെക്കണം എന്നാണ് പറഞ്ഞത്. കാരണം ഒരു വലിയന് അങ്ങനത്തെ ഒരു ആവശ്യമില്ല. ഒരു റസൂലിന് അത് കാണിച്ചു കൊടുക്കേണ്ട തെളിവാണത്. ബയാൻ അള്ളാഹുവിന്റെ ഒരു ആയത്താണത്. ഇങ്ങനെ പിന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആരോട് നമ്മൾ പ്രാർത്ഥിക്കും? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകുമ്പോൾ എങ്ങനെ മറ്റൊരാൾ പ്രാർത്ഥിക്കുക? അബൂബക്കർ ഉണ്ടാകുമ്പോൾ എങ്ങനെ റിഫായി ശൈഖ് പ്രാർത്ഥിക്കുക? ഇതിന്റെ പിന്നെ ഇതിന്റെ ഘടന നമുക്കൊരു പ്രശ്നം ഉണ്ടായി, അള്ളാഹിനോട് പറഞ്ഞ് സാധിച്ചു. പിന്നെ ആരെ നമ്മൾ പരിഗണിക്കും? റസൂല് കഴിഞ്ഞിട്ട് പിന്നെ ആര്? ഇബ്രാഹിം നബിയോ? അപ്പൊ ഇങ്ങനല്ല, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിച്ച ദീനിൽ ഇതില്ല എന്ന് വിനയപുരസ്സരം നിങ്ങളോട് പറയാൻ നിങ്ങളുടെ വിശദീകരണം കിട്ടതർക്കില്ല. ദീനിൽ ഇല്ല എന്ന് എന്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഇപ്പൊ കേട്ടു. ഈ ഏകദേശം 4.5 മിനിറ്റുള്ള മാന്യ സഹോദരൻ്റെ ചർച്ചയിൽ 7 വിഷയങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്നാമതായി ഇന്നമാ വലിയക്കുമുല്ലാഹു വ റസൂലുഹു എന്ന ആ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം. ആ കാലഘട്ടത്തിൽ സഹാബത്തിൽപ്പെട്ട പലർക്കും ഇതര മതസ്ഥരുമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ, അതല്ലെങ്കിൽ സഹകരണത്തിന് വേണ്ടിയിട്ടുള്ള സമീപനമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുക. അള്ളാഹുവും റസൂലും മുഅ്മിനുകളും ഉണ്ട് സഹായികൾ. അവരോടുള്ള ബന്ധം വിച്ഛേദിക്കണം, ആ സ്നേഹപ്രകടനം വിച്ഛേദിക്കണം എന്നതിലേക്കുള്ള സൂചനയാണ്. ഒരു വിഷയത്തിൽ ഒരായത്തിറങ്ങിയാൽ സബബുൻ നുസൂല്, അവതരണ പശ്ചാത്തലം ഒരു പ്രത്യേക വിഷയത്തിലാണെങ്കിലും അതിൻ്റെതായ വിധി വ്യാപകമാണ്, പൊതുവാണ് എന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം. രണ്ടാമതായി ഈ സഹായം എന്ന് പറഞ്ഞാൽ അള്ളാഹു അവൻ്റെ റസൂല് അവൻ്റെ മുഅ്മിനുകൾ സഹായിക്കും എന്ന് പറഞ്ഞാൽ അത് മറ്റു ഇതര ആളുകൾ സഹായിക്കുന്നത് പോലെയല്ല. മറ്റുള്ള ആളുകൾ സഹായിക്കുന്ന സഹായം മുഅ്ജിസത്ത് കറാമത്ത് അടിസ്ഥാനത്തിലല്ല, അത് ഇങ്ങനെയാണ് എന്നാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. അവിശ്വാസികളോട് ഒരു നിലക്കുള്ള സഹായം ചോദിക്കേണ്ട എന്നർത്ഥമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിൻ്റെ മുമ്പ് ജൂതന്റെ കയ്യിൽ അങ്കി പണയം വെച്ചു കൊടുത്തത് ഹദീസിലുണ്ട്. അപ്പൊ അവരെ വക്കൽ നിന്ന് സഹായം സ്വീകരിക്കേണ്ട എന്നതിനർത്ഥമല്ല. പിന്നെ അവരിൽ നിന്ന് കിട്ടുന്ന സഹായം ഏതോ അസഹായമല്ല ഇത്, ഇവിടെ പറഞ്ഞ സഹായം ഏതോ ഈ സഹായമല്ല അത് എന്ന് മനസ്സിലാക്കാൻ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല. രണ്ടാമതായി ഈ വിഷയം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞ കണ്ടന്റ് അദ്ദേഹത്തോടും ഞാൻ പറയാം. സ്വന്തം നിലക്കൊന്നും വ്യാഖ്യാനിക്കാൻ പാടില്ല. ഇപ്പൊ ഇന്നമാ വലിയക്കുമുള്ള എന്നുള്ള അള്ള വലിയാണ് എന്നതിന്റെ മാന അള്ളാഹു തആല നമുക്ക് ഹിദായത്ത് തരുന്നു, അത് തരുന്നു, ഇത് തരുന്നു എന്നുള്ളതിൽ പരിമിതിപ്പെടുത്തുക എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞു എൻ്റെ സ്വന്തം വകയാണ്. ശരിയാണ്, അങ്ങനെ പറയാൻ പാടില്ല. നേരെ മറിച്ച് അള്ളാഹു വലിയാണ് എന്ന് പറഞ്ഞാൽ അല ലഹുൽ ഖൽഖു വൽ അംർ, ഇവിടെയുള്ള സംഹാരവും വ്യവഹാരവും ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും ഓരോ വിഷയങ്ങളും ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതേത് അനുഗ്രഹങ്ങളും ഒക്കെ അള്ളാഹു നൽകുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവാൻ. അപ്പൊ അള്ളാഹു വലിയാണെന്ന് പറഞ്ഞാൽ എല്ലാ സഹായം അതിൽ പെട്ടു. വ റസൂലുഹു എന്ന് പറഞ്ഞാൽ റിസാലത്ത് മാത്രല്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം, അയ്യുക്കും തറക ദൈനൻ ഔ ലൈഅതൻ ഫദ്ഉനി, സഹീഹ് മുസ്ലിം. നിങ്ങളിൽ കും എന്ന് പറഞ്ഞാൽ ലോകത്തോടാണ്, നിങ്ങളിൽ മുഅ്മിനീങ്ങളോടാണ്. നിങ്ങൾക്ക് വല്ല വിഷമം ദാരിദ്ര്യം അനുഭവപ്പെട്ടാൽ ഫദ്ഉനി, നിങ്ങൾ എന്നെ വിളിക്കുക, അപേക്ഷിക്കുക. സഹീഹ് മുസ്ലിം കിതാബുൽ ഫറായിദിന്റെ അധ്യായത്തിൽ. ഇതനുസരിച്ച് ജാബിർ റളിയല്ലാഹു അൻഹു പിതാവ് വഫാത്തായപ്പോൾ ഒരുപാട് കടമുണ്ടായിരുന്നു. ഈ കടമുണ്ടായിരുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാം. നബി തങ്ങൾ ഒരു കൊട്ട കാരക്ക കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരും എനിക്ക് എത്ര കടം, എനിക്ക് 70 കൊട്ട കാരക്ക, ഇതിൽ നിന്ന് അളന്നു കൊടുക്കുന്നു. മുസത്ത് കൊണ്ട് സഹായിക്കുകയാണ്. മുസത്ത് എന്ന് പറഞ്ഞാൽ ഹൈലുള്ള പോലെ മറച്ചക്കള്ളല്ല, ഓരോരുത്തർക്കും സഹായിക്കുകയാണ്, മറ്റാൾക്കും സഹായിക്കുകയാണ്, ഇവർക്കും സഹായിക്കുകയാണ്, ഓരോരുത്തർക്കും സഹായിച്ചു കൊടുക്കുകയാണ്.
അത് സ്വന്തം നിലക്ക് ഉണ്ടാവൂല, അള്ളാഹു തആല വെളിപ്പെടുത്തുന്നു എന്നാ പറയുന്നത്. അപ്പൊ അള്ളാന്റെ മുഅ്ജിസത്ത് എന്നാണല്ലോ പറയേണ്ടത്, റസൂലിന്റെ മുഅ്ജിസത്ത് എന്നല്ലല്ലോ. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളുടെ പക്കൽ നിന്നുള്ള വെല്ലുവിളിയുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന അസാധാരണ വിഷയമാണ്. അപ്പൊ വെല്ലുവിളിയുടെ സ്വഭാവത്തിലുള്ള അസാധാരണ വിഷയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഉദ്ദേശിക്കുമ്പോൾ പ്രകടമാണല്ലോ. അമ്പിയാക്കളുടെ മുഅ്ജിസത്ത്, ഔലിയാക്കളുടെ കറാമത്ത് ഉദ്ദേശത്തോടു കൂടെയാവാം, അല്ലാതെയുമാവാം. അപ്പോ സഹോദരൻ അതും മനസ്സിലാക്കണം എന്ന് രണ്ടാമതായി ഉണർത്തുകയാണ്. ചുരുക്കത്തിൽ ഓരോ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുന്നു, സഹായം ചോദിക്കുന്നു, നബി തങ്ങൾ അത് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം പറഞ്ഞത് ഇന്നമാന ഖാസിം വല്ലാഹു യുഅതി, ഐ ആം ഡിവൈഡിങ് മാൻ, ഞാൻ ഓഹരി ചെയ്യുന്നവൻ മാത്രമാണ്, ഞാൻ ഓരോരുത്തർക്കും കൊടുക്കുകയാണ്. അല്ലാഹു തആലയാണ് ഇതിന്റെ ശരിയായ ദാതാവ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായിക്കുന്നത് അല്ലാഹു കൊടുത്ത സഹായം കൊണ്ടാണ്. ഇത് ജീവിതകാലം. വഫാത്തിന്റെ ശേഷമോ ഇതുപോലെ തന്നെയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് നിങ്ങൾ അറിയുമല്ലേ എന്നറിയില്ല, സഹീഹുൽ ബുഖാരിയുടെ സനദിൽ തന്നെ വളരെ സനദോടു കൂടെ മറ്റു ഹദീസിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം ഒരുപാട് വിഷയം. ഉദാഹരണമായിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ ഈസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് ലൗ ഖാമ അലാ ഖബരി വദഅ, എന്റെ ഖബറിൽ വന്നുകൊണ്ട് എന്നെ വിളിച്ചു യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ അജബ്തുഹു, ഞാൻ ഉത്തരം തന്നെ ചെയ്യും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മുസ്നദ് അബീ അലയിൽ കാണാം, സഹിയായ സനദാണ്, റിജാലുഹു റിജാലു സഹീഹ്. ഇങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട്. സഹാബത്തെ കിറാം, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവമുണ്ട്, ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഏതായിരുന്നാലും ഇങ്ങനെയാണ് വിഷയം. അതിന്റെ മറ്റു വിശദാംശങ്ങൾ നേരെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞില്ല. പിന്നെ കറാമത്ത് മറച്ചു വെക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഖാലിദ് ഇബ്നു അബ്ദുൽ വലീദ് റളിയല്ലാഹു അൻഹു മറ്റൊരു നാട്ടിലേക്ക് പോയി, വിഷം കുടിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഘോരമായ വിഷം കുടിച്ച സ്പോട്ടിൽ മരണപ്പെടുന്ന വിഷയം, അത് കുടിക്കാം, പക്ഷെ കറാമത്താണ്, പക്ഷെ മറച്ചു വെക്കേണ്ടതാണ്, ഹൈല് പോലെയാണ്, അങ്ങനെ വെച്ചില്ല. പിന്നെ എന്താ ചെയ്തത്? ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ സമീഉ അലി എന്ന ഒരൊറ്റ കുടിക്കല കറാമത്ത്. സഹീഹുൽ ബുഖാരി മുസ്ലിം വളരെ വ്യക്തമായി കിതാബുൽ ഫളായിൽ എന്ന അധ്യായത്തിൽ സഹീഹ് മുസ്ലിമിൽ, അതുപോലെ തന്നെ സഹീഹുൽ ബുഖാരിയിൽ വളരെ വ്യക്തമായി കാണാം ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച ആരോപണം ലഭിച്ചപ്പോൾ ആരോപണ വിധേയരായ ജുനൈദ് റളിയല്ലാഹു അൻഹു ഈ കുട്ടി ജാരസന്തതിയാണ്, ജുറൈദ് റളിയല്ലാഹു അൻഹു അതിന്റെ ആള് എന്നാണ് പിന്നെ ആരോപിക്കപ്പെട്ടത്. ഉടനെ തന്നെ ചെറിയ കുട്ടിയോട് ചോദിക്കുകയാണ്, മൻ അബൂഖ്, ആരാ എന്റെ വാപ്പാന്ന് ചോദിച്ചു. ആരാ നിന്റെ പിതാവ് എന്ന് ചോദിച്ചു. കറാമത്ത് ചക്കട്ടവ മുയലിട്ടി എന്ന് പറയുന്ന ആർക്ക് കുതിരത്താലെ കിട്ടുന്ന സംഗതിയാണെങ്കിൽ ഇവിടെ ചോദിക്കുവോ, ധൈര്യപ്പെടുവോ? ഇല്ല. ജുറൈജ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ആരാ നിങ്ങളെ വാപ്പാന്ന്. അപ്പൊ ചെറിയ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടി, സംസാരിക്കാൻ കഴിയാത്ത കുട്ടി, എന്റെ ബാപ്പ ഇന്നാളിന്ന ആട്ടിടയനാണ്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്, ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ 11-ാമത്തെ വാല്യത്തിൽ പറയുന്നു, ഔലിയാക്കളുടെ കറാമത്ത് അവരിഷ്ടപ്പെടുന്ന രൂപത്തിൽ ഉണ്ടാവും. 3 ലക്ഷം ഹദീസ് നമ്മെ പോലെ ഏതെങ്കിലും ഒരു ഹദീസ് ഹർക്കത്തിടാതെ വായിക്കാൻ കഴിയാത്ത ആൾക്കാരല്ല. നേരെ മറിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി 3 ലക്ഷം ഹദീസ് മനപ്പാടുള്ളവരാണ്, 3 ലക്ഷം ഹദീസ് മനപ്പാടമുള്ളവരാണ്. ആ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ 728 കിതാബ് ഉണ്ടാക്കിയവരാണ്. ആ അസ്ഖലാനി തങ്ങൾ വിശുദ്ധ ഖുർആന്റെ വിഷയത്തിൽ 11 കിതാബ് ഉണ്ടാക്കിയയാളാണ്. ആ അസ്ഖലാനി തങ്ങൾ ഹദീസിന്റെ വിഷയത്തിൽ 40 ചില്ലാനം കിതാബ് ഉണ്ടാക്കിയയാളാണ്. ആ ബഹുമാനപ്പെട്ടവർ പറയുന്നു ഉണ്ടാവും. നബവി ഇമാം 65 വർഷത്തിൽ 162ഓളം കിതാബ് ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട 45 വയസ്സുകാരനായ ഇമാം നബവി തങ്ങൾ ഹിജ്റ 676 വഫാത്തായ മഹാൻ ഈ സംഭവം ഉദ്ധരിച്ചു പറയുന്നു, ഔലിയാക്കൾക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ കറാമത്ത് ഉണ്ടാകും എന്നും ഉണർത്തുന്നതായി കാണാം. അപ്പോ അത് ശരിക്കും ശ്രദ്ധിക്കണമെന്ന് സഹോദരനോടും എല്ലാ ആളുകളോടും ഉണർത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ പറഞ്ഞത് പിന്നെ മൊയ്സത്തിന്റെ കാര്യത്തിലല്ല, സുന്നി കിതാബുകളിൽ തന്നെ എഴുതി വെച്ച സംഗതിയാണ്. ഏത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയെന്നറിയില്ല. പിന്നെ ഈ മൊയ്സത്ത് പോലും കറാമത്തോടെ നിൽക്കട്ടെ, നബിമാർ ഉദ്ദേശിക്കുന്ന സമയത്ത്, നമ്മൾ മൊയ്സത്തിനെ പറ്റി പറയാം, നബിമാർ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് കൊണ്ടുവരാൻ കഴിയില്ല. അതിന്റെ കർത്താവ് അള്ളാഹുവാണ്. അവർ കൈക്ക്, അതായത് ഭൗതിക, നമുക്കിപ്പം സംസാരിക്കുന്നതുമായി തന്നെ അവരുടെ ഈ പിന്നെ ഭൗതിക ഇതിനപ്പുറം ഒരു മിനിറ്റ്. അപ്പൊ ഈ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോ അള്ളാന്റെ മുഅ്ജിസത്ത് എന്ന് പറയണ്ടേ, നബിന്റെ മുഅ്ജിസത്ത് എന്നാ പറയണ്ടേ? നബിക്ക് അള്ളാഹു കൊടുക്കുന്ന മോചിതത്ത് അത്രയുള്ളൂ. ഇതിന്റെ കർത്താവാണല്ലോ. കർത്താവ് അള്ളാഹു ആവുമ്പോ പിന്നെ എങ്ങനെ മുഅ്ജിസത്തിന്റെ കർത്താവ് അള്ളാഹു ആവുമ്പോ പിന്നെ എങ്ങനെ നബിന്റെ മുഅ്ജിസത്ത് എന്ന് പറയാം? അല്ല, അള്ളാഹു നബിക്ക് വഴിക്ക് അവൻ നബിക്ക് കൊടുക്കുന്നതാണ്, ആ നബി പ്രകടിപ്പിക്കുകയാണ്. നബി ഉദ്ദേശിക്കുന്ന സമയത്ത് കിട്ടില്ല. കാരണം പിന്നെ ഒരു കിട്ടുമല്ല എന്നുള്ളതല്ല. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ, ഒരു ഉദാഹരണം. അതായത് പിന്നെ ഒരു മിനിറ്റ് ലാരിബുൻ, അടിക്കുന്നവൻ, നാസിറുൻ, സഹായിക്കുന്നവൻ,
ഇതേപോലെ മുഅ്ജിസത്ത് ഉണ്ടാക്കുന്നവർ പ്രകടിപ്പിക്കുന്നവർ എന്നാണ്. അപ്പൊ ഈ മുഅ്ജിസത്ത് പ്രകടിപ്പിക്കുക എന്നുള്ളതിന്റെ കർത്താവ് ആരാ? മുഅ്ജിസത്ത് എന്റെ വിശ്വാസപ്രകാരം അള്ളാഹുവിൽ നിന്നാണ്. എന്നാ പിന്നെ അള്ളാന്റെ മുഅ്ജിസത്ത് നല്ല പറയുന്നത് മുഴുവനാക്കട്ടെ. നമ്മൾ പല കാര്യങ്ങളും അള്ളാഹുവിന്റെ റസൂൽ എന്നല്ല നമ്മൾ പറയുന്നത്. റസൂൽ അള്ളാഹ് മറ്റുദാഹരണം നമ്മൾ ചർച്ച വേറെ. അതെ, അപ്പൊ അതുകൊണ്ടല്ല നമ്മൾ വാക്കുകളിൽ പിടിച്ച് തൂങ്ങരുത്. അതായത് എനിക്ക് സംസാരിക്കാൻ കഴിയും, അതേമാതിരി അല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അത് സഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത്. ബദർ യുദ്ധത്തിലോ ഉഹദ് യുദ്ധത്തിലോ, യുദ്ധത്തിന് പേര് ഞാൻ മറന്നുപോയി. പിന്നെ റസൂൽ ഒരു സ്ഥലത്ത് തമ്പടിച്ചപ്പം പിന്നെ ഒരു സഹാബി ചോദിച്ചു, എൻ്റെ ഓർമ്മ ശരി, സൽമാൻ ഫാരിസി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഇവിടെ റസൂല് അള്ളാഹുവിൻ്റെ വഹി മുഖാന്തരമാണോ പ്രകാരമാണോ ഇവിടെ തമ്പടിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു അല്ല, എൻ്റെ സ്വന്തം അഭിപ്രായമാണ് എന്നാൽ അങ്ങോട്ട് മാറി അറിഞ്ഞു. അപ്പോൾ റസൂലിന് സ്വന്തം അഭിപ്രായം ഉണ്ടായിരുന്നു, അള്ളാഹുവിൽ നിന്ന് വഹി കിട്ടുന്നുണ്ട്, മുഅ്ജിസത്തുകൾ കിട്ടുന്നുണ്ട്, സാധാരണ ഉള്ള കഴിവുകളുണ്ട്, അപ്പുറമുള്ള കഴിവുണ്ട് എന്നൊക്കെ സഹാബാക്കൾ എങ്ങനെ റസൂൽ മനസ്സിലാക്കിയത് അതേമാതിരി നമ്മൾ മനസ്സിലാക്കിയല്ലേ നല്ലത്. അതേപോലെ തന്നെയാണ്. അപ്പോ സഹാബത്ത് എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കി അതേപോലെ മനസ്സിലാക്കണം. ഇപ്പൊ ഒരു ഉദാഹരണം പറയാ, ഒരു സഹാബി കുതിരപ്പുറത്തുനിന്ന് വീഴുകയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് സഹായം ചോദിച്ചു. കാരണം നബി തങ്ങളിൽ നിന്ന് ഇതിൽ നിന്ന് ശിഫ ഉണ്ട് എന്ന് മനസ്സിലാക്കി. സഹീഹുൽ ബുഖാരിയാണ്, വളരെ വ്യക്തമാണ്. അതേപോലെ വേറെ സഹാബി അബൂ ഹുബൈറ റളിയല്ലാഹു അൻഹു ഭയങ്കര മറവിയാണ്. എന്താ ചെയ്തത്? ഉടൻ തന്നെ നബിയെ സമീപിച്ചു. സലമത്തുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധം നടക്കുകയാണ്, കാലിന് മുറിവ് പറ്റു, സഹീഹുൽ ബുഖാരിയാണ്. എന്താ ചെയ്തത്? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പോയിട്ട് ഊത്ത് വാങ്ങി. അങ്ങനെ തന്നെയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വളരെ കാര്യം സത്യം ആര് പറഞ്ഞാലും അംഗീകരിക്കണല്ലോ. അപ്പൊ സഹാബത്തെ കിറാം എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കിയത് അതേപോലെ മനസ്സിലാക്കണം. എങ്ങനെ? വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റസൂലി. മൈക്കം ശരിയാക്കി കേട്ടോ. സഹാബത്തെ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എങ്കിൽ അതേപോലെയല്ലേ മനസ്സിലാക്കേണ്ടത്. സഹാബത്തിന് പ്രശ്നം വന്നാൽ എന്തായിരുന്നു സ്ഥിതി? നബി തങ്ങളെ സമീപിക്കലാ, അള്ളാഹുവിന്റെ റസൂലിനെ സമീപിക്കലായിരുന്നു. ഇത് സഹാബത്തിന്റെ മാത്രമല്ല, മുൻഗാമത്തുള്ള ആളുകളുടെയും. കാനത്തിൽ അംബിയാഉ തഫ്താനത്തിൽ ഉമമു തഫ്സഉ ഇലാ അംബിയാഇഹാ വൽ അംബിയാഉ യസ്അലൂന ലഹും ദാലിക. ജാമിഉ അഹ്കാമിൽ ഖുർആനിൽ വളരെ വ്യക്തമായി കാണാം. അപ്പൊ അങ്ങനെ മനസ്സിലാക്കണം. നേരത്തെ ഒരു ഇബാർത്ത് ചോദിച്ചിരുന്നല്ലോ, അതൊന്ന് വായിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഇമാം റാസി പറയുന്നു, ഈ പറയുന്ന എന്താണെന്ന് ആദ്യം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അറബി ഉദ്ധരണി ആയതുകൊണ്ട് സാധാരണക്കാർക്ക് ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും. ഇന്നമാ വലിയുക്കും അപ്പൊ എന്റെ സഹായി ഞാൻ തന്നെയാണ് എന്ന് അർത്ഥം വരും. അങ്ങനെ അർത്ഥം ഇവിടെ ഉദ്ദേശമല്ല. അതുകൊണ്ട് സഹായിക്കപ്പെടുന്നവരൊരു വിഭാഗമാണ്, സഹായിക്കുന്നവർ മറ്റൊരു വിഭാഗമാണ് എന്ന് ഇമാം റാസിയോടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ സഹായിക്കപ്പെടുന്നവരും സഹായിക്കുന്നവരും രണ്ട് വിഭാഗം ആളുകളാണ് എന്നാണ് പറയുന്നത്. ഞാൻ വായിക്കാം. സത്യവിശ്വാസികളെ അല്ലാഹു തആല ഓഹരി വെച്ചു. കിസ്മൈനി രണ്ട് വിഭാഗാക്കിയിട്ടുണ്ട് ഇവിടെ. അഹദുഹുമ രണ്ടിൽ ഒന്ന്, അല്ലദീന ജഅലഹും മൂലയൻ അലൈഹിം, അവർ സഹായം കിട്ടുന്നവരാണ്. വഹുമുൽ മുഖാതബൂന ബിഖൗലിഹി, അവരാണ് അല്ലാഹു തആല അഭിമുഖമിട്ട് പറഞ്ഞത് ഇന്നമാ വലിയുക്കുമുല്ലാഹു, തീർച്ചയായും നിങ്ങളുടെ സഹായി എന്ന് പറഞ്ഞത് ഇവർ സഹായം കിട്ടേണ്ടവരാണ്, സഹായിക്കുന്നവരല്ല. വസ്സാനി രണ്ടാമത്തേത്, സഹായിക്കുന്നവർ അൽ ഔലിയാഉ, അവർ ഔലിയാക്കളാണ്. വഹുമുൽ മുഅ്മിനൂന, അവരെയാണ് അല്ലാഹു തആല പറഞ്ഞത് വഹുമുൽ മുഅ്മിനൂന അല്ലദീന യുഖീമൂനസ് സ്വലാത്ത വയൂതൂനസ് സകാത്ത വഹും റാകിഊൻ, ഇവരാണ് ഔലിയാക്കൾ. അപ്പൊ ഔലിയാക്കൾ നിങ്ങളെ സഹായിക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി റാസി എടുത്തു നോക്കിയാൽ ഈ വാർത്ത കാണാവുന്നതാണ്. ഞാൻ റാസിയിൽ നിന്ന് എഴുതിയതാണ്. അപ്പൊ സഹായിക്കുന്നവര് ഔലിയാക്കളാണ്, മറ്റേ സഹായം കിട്ടുന്നവരുമാണ്. അപ്പൊ സത്യവിശ്വാസികളെ ഔലിയാക്കൾ സഹായിക്കും എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത്. അല്ലെങ്കിൽ എന്നെ ഞാൻ തന്നെ സഹായിക്കും എന്നാവും അർത്ഥം. അതിവിടെ ഉദ്ദേശം ഇല്ല. നമ്മൾ അന്യോന്യം സഹായിക്കും, മുസ്ലിങ്ങൾ അന്യോന്യം സഹായിക്കാറുണ്ട്. നിങ്ങൾ പറഞ്ഞു ഞാൻ എന്നെ സഹായിക്കല്ല, ഞാൻ നിങ്ങളെ സഹായിക്കും, നിങ്ങളെ സഹായിക്കുക, അത് നമ്മൾ സഹായിക്കണം എന്ന് പറയാം. ഓരോരുത്തരും സഹായിക്കലാണ്. നമ്മളിപ്പം അത് വലിയ തെറ്റൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ സത്യത്തിൽ കൂടെ നടന്നാൽ നമ്മളെ സഹായിക്കല്ലേ, നമ്മൾ നരകത്ത് പോലെ. അപ്പൊ അത് വാചക കസർത്താണ് എന്റെ വിനീതമായ അഭിപ്രായം. ഞാൻ ഇമാം റാസി പറഞ്ഞതാണ്. അതെ, അത് നോക്കി ഞാൻ വായിച്ചു തീർന്നിട്ടില്ല. അത് സഹായിക്കുന്ന ഒരാൾക്കാര് നിങ്ങളെ തന്നെ സഹായിക്കാന്നല്ല, നിങ്ങൾ എന്നെ സഹായിക്കാം, ഞാൻ നിങ്ങളെയും സഹായിക്കാം. പിന്നെ അത് പോട്ടെ. പിന്നെ
ഈ റസൂൽ കോട്ടയെന്നല്ല, അതാ ഇമാം റാസി അല്ല, ഞാൻ മറ്റൊരു വിഷയം പറയാണ്. ഞാൻ ഇമാം റാസി പറഞ്ഞത് അല്ല അത് അല്ലെ ഈ സഹായിക്കുന്ന ഔലിയാക്കളാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാ മൂപ്പര് പിന്നെ വേറെ ചോദിച്ച് കാര്യം, പറഞ്ഞിട്ടുണ്ട്. ഇമാം റാസി എന്റെ പറഞ്ഞിട്ടുണ്ട് അഭിപ്രായം- ഔലിയാവുന്ന ഇബാർത്ത് വായിക്കും ചെയ്യും. അല്ല, എന്റെ വിനീതമായ അഭിപ്രായത്തില് എല്ലാ മുസ്ലിങ്ങളും ശിർക്ക് ചെയ്യാത്ത എല്ലാ മുസ്ലിങ്ങളും ഔലിയാക്കളാണ്. ആ ദറജ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. ഉലായിക്കൽ മുത്തഖൂൻ, അതായത് ആരെങ്കിലും ഒരാളല്ല ശിർക്ക് ചെയ്യാത്ത ഏത് മുസ്ലിമും ഔലിയാണ്, അള്ളാന്റെ വലിയാണ്. പക്ഷെ ആ ദറജ വ്യത്യാസം ഉണ്ടാവും. അബൂബക്കറിന്റെ അല്ലെ മറിയം ബീവിന്റെ ദറജ നമുക്ക് ഉണ്ടാവില്ല. ദർജ വ്യത്യാസം ചിലർക്ക് ചിലരിൽ നിന്ന് അമാനുഷിക സംഭവങ്ങളൊക്കെ ഉണ്ടാവും, നമ്മളിൽ നിന്ന് ഉണ്ടാവില്ല. അതിനെ വ്യത്യാസം അമാനുഷമ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന മാത്രയിൽ നിങ്ങൾക്കറിയാലോ മൂസാ നബി ഉണ്ടാവില്ല നിങ്ങൾ പറയുന്നത്. അല്ല, മൂസാ നബി എന്താ പറഞ്ഞ പിന്നെ നിങ്ങളെ അഭിപ്രായം എങ്ങനെ പറയണതോ തെളിവിന്റെ ഖിളർ നബി ഖുർആനെ പറഞ്ഞത്. ഖിളർ നബിനോട് എന്ന് പറയുന്ന ഖിളർ നബിയോട് സൂറത്തുൽ അഹ്ഖാഫ് പറയുന്നത് ഞാൻ വിശദീകരിക്കാം. എനിക്ക് ചില വിവരങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹുൽ ഉദ്ദേശിക്കുമ്പോ ഉണ്ടാവില്ല എന്നല്ലേ? അമ്പിയാക്കൾക്കും അവർ ഉദ്ദേശിച്ച സമയത്തല്ല, അള്ളാഹു ഉദ്ദേശിച്ച സമയത്ത്. അതെ, അതല്ല നിങ്ങൾ പറയുന്ന അല്ലാഹുൽ അല്ലേ? അല്ല, മൈക്കാണെങ്കിൽ മൂപ്പര് പിടിച്ചോട്ടെ. എന്താ മൈക്ക? അല്ല, അവരുടെ ഉദ്ദേശം അള്ളാഹു ഉദ്ദേശിച്ച സമയത്ത്, അവർ ആഗ്രഹിക്കുന്ന സമയത്ത് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്ന സമയത്ത് പിന്നെ വഹി ഇറങ്ങിയിട്ടില്ല. 1 മാസം 2 മാസമൊക്കെ ആണ്. ഇനി എപ്പോഴാണ് സഹായം ചോദിച്ചില്ല. നിങ്ങളെ ചോദ്യം എനിക്ക് മനസ്സിലായി, ഞാൻ മറുപടി പറയാൻ നിങ്ങളൊന്ന് കേൾക്കാൻ വേണ്ടി ഇരിക്കും. നിങ്ങൾ പറയുന്ന ഞാൻ പറയാം, നിങ്ങൾ പറഞ്ഞ എനിക്ക് ശരിക്കും മനസ്സിലാക്കണം. അതായത് അമ്പിയാക്കൾ ഉദ്ദേശിക്കുമ്പോൾ മുഅ്ജിസത്തും ഉണ്ടാവില്ല, ഔലിയാക്കൾ ഉദ്ദേശിക്കുമ്പോ കറാമത്തും ഉണ്ടാവില്ല, അള്ളാഹ് ഉദ്ദേശിക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. അതല്ലേ നിങ്ങൾ പറഞ്ഞ്? ഓക്കെ, എന്നാ അതല്ല ശരിയെന്നാണ്. നിങ്ങൾ ഏത് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളാന്ന് എനിക്കറിയില്ല. മുസ്ലിമാണ്, മുസ്ലിമാണ്. അത് മുജാഹിദ് ഇതിൽപ്പെട്ട ആളാണോ? ശിർക്ക് ചെയ്യലില്ല, അത്രേ ഉള്ളൂ. അപ്പൊ മുജാഹിദാന്ന് മനസ്സിലായി. കാരണം നമ്മള് ശിർക്ക് ചെയ്യലുണ്ട് അതാണ്. എന്നാ കേട്ടോളിയും, ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം നിന്ന് മുജാഹിദ് സെന്റർ കോഴിക്കോട് 2 നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ എന്താ പറയുന്നത്? ഇതിലെ നേതാവിനെ പരിചയപ്പെടുത്തുന്നത് കേട്ടോളി. നിങ്ങളെ നേതാവാണ്, അല്ല നിങ്ങൾ പറയില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞ് ഈ പുസ്തകത്തിൽ പറയുന്നു. അത് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം, എന്നിട്ട് ഇബ്നു തൈമിയ്യ ഈ വിഷയത്തിൽ പറഞ്ഞ വിഷയവും വായിക്കാം. അപ്പൊ അവരെ നേതാക്കന്മാരൊക്കെ തന്നെ ഈ വിഷയത്തിൽ പറഞ്ഞത് നമുക്ക് കിട്ടുമല്ലോ. അവരൊക്കെ ആയത്തെ ഹദീസ് മനസ്സിലായവരല്ലാന്ന് പിന്നെ അല്ലെങ്കിൽ ഇവർ പറയേണ്ടി വരും. എന്നാ പിന്നെ അവരെ നേതാക്കന്മാരാക്കണതിലോട്ട് അർത്ഥമല്ല. ഏതായാലും കേട്ടോളി. ഇതിന് തുടക്കം കുറിച്ചത്, ഇതിനാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഹിജറ 661 ഭൂജാതനായ പ്രശസ്ത പണ്ഡിതനും ചിന്താമണ്ഡലത്തിൽ വമ്പിച്ച കോളിളക്കം സൃഷ്ടിച്ച വിപ്ലവ നായകനുമായ ഇബ്നു തൈമിയ്യയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അയാൾ എന്നെ അമ്പിയാക്കളോട് സഹായം തേടാൻ പാടില്ലെന്ന് ആദ്യം പറഞ്ഞതും അന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തുടക്കം. അതെന്നെ ശിർക്ക് ചെയ്യലില്ല എന്ന് മൂപ്പരും പറഞ്ഞു. എന്തോ ആകട്ടെ, ഇമാം ഷാഫിഈയെയും അബൂ ഹനീഫയെയും കവച്ചു വെക്കുന്ന സ്ഥാനമാണ് ഇബ്നു തൈമിയ്യക്ക് പൂർവികരായ പണ്ഡിതന്മാർ കൽപ്പിച്ചിരുന്നത്. അത്ര വലിയ പണ്ഡിതനാ, ഷാഫി ഇമാമിന്റെ ഒക്കെ മേലുള്ള ആളാ. എന്തോ ആകട്ടെ, പ്രഗത്ഭനായ ചിന്തകൻ, നിപുണനായ ഗ്രന്ഥകാരൻ, ഉജ്ജ്വലനായ വാഗ്മി, അഗാധതയിലെ കണ്ടിറങ്ങിയ ഗവേഷകൻ, പൂർവീകരുടെ വിജ്ഞാനങ്ങൾ മുഴുവനും സമാഹരിച്ച സർവവിജ്ഞാന കോശം എന്നീ നിലകളിലെല്ലാം പ്രസിദ്ധി നേടിയ ഇബ്നു തൈമിയ്യ പേന കൊണ്ടെന്ന പോലെ വാളുകൊണ്ടും ശത്രുക്കളുമായി പടപൊരുതിയ ധീരയോദ്ധാവായിരുന്നു. അപ്പൊ സർവവിജ്ഞാന കോശാണ് ഇപ്പോ ഇബ്നു തൈമിയ്യ എന്നാണ് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം എന്ന ഈ പുസ്തകത്തിൽ മുജാഹിദ് സെന്റർ കോഴിക്കോട് 2 നിന്ന് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ പറഞ്ഞത്. ആ ഇബ്നു തൈമിയ്യന്റെ കിതാബാണ് എന്റെ കയ്യിലുള്ളത്, അൽ ഫുർഖാൻ ബൈന ഔലിയായി റഹ്മാനി വ ഔലിയായി ശൈത്താൻ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിന്റെ 69ാമത്തെ പേജിൽ മൂപ്പര് പറഞ്ഞതിനെ ഇബ്നു തൈമിയ്യ ഗണ്ണിച്ചിരിക്കണ്. വിശ്വവിജ്ഞാന കോശം ഗണ്ണിച്ചിട്ടുണ്ട്. മൂപ്പർക്ക് ഇനി ഖുർആനും സുന്നത്തും അറിയില്ല എന്ന് പറയുന്നത് നമുക്കറിയില്ല. എന്നാ പിന്നെ അവരെ പ്രസ്ഥാനത്ത് നിന്ന് ഒഴിയാണ് വേണ്ടത്. കേട്ടോളി, അത്യാവശ്യമാണ്, ആവശ്യം കൂടിയല്ല, അത്യാവശ്യമാണ്. അറിഞ്ഞേ പറ്റൂ. എന്ത്? അന്നൽ കറാമാത്തി, കറാമത്തുകൾ കത്തക്കൂനു, അത് ഉണ്ടാകും ബിഹസ്ബി ഹാജത്തിർ റജുലി, ഒരാൾ ഉദ്ദേശിക്കുമ്പോ അയാൾ ആവശ്യത്തിനനുസരിച്ച് കറാമത്ത് ഉണ്ടാവും. കറാമത്ത് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്നെ ബഹുമാനിച്ച് നാറമാശി പറഞ്ഞാല് എന്നെ ആദരിച്ച് എനിക്ക് അള്ള തരുന്ന ഒന്നാണ് കറാമത്ത് പറഞ്ഞത്. അത് ഞാൻ ഉദ്ദേശിക്കുമ്പോ ഉണ്ടാവില്ലെങ്കിൽ ആ ജാതിന്റെ ആദരവിന്റെ എന്താ ആവശ്യമുള്ളു? എപ്പോഴെങ്കിലും കൊഴിഞ്ഞാടിയത് നമ്മൾ ഉദ്ദേശിക്കൊന്നും ഉണ്ടാവില്ല. ഈ ജാതി ആദരവിന്റെ വല്ല ആവശ്യമുണ്ടോ? നമ്മൾ ആ നിലക്കൊന്ന് ചിന്തിച്ചു നോക്കുക. ഇബ്നു തൈമിയ്യ പറയുന്നത് ഉണ്ടാവുന്ന
കറാമത്തിലേക്ക് ആവശ്യമായാൽ അല്ലഈഫുൽ ഈമാൻ, ദുർബല വിശ്വാസി, അവിൽ മുഹ്താജു അല്ലെങ്കിൽ വേറെല്ല സഹായവും കിട്ടേണ്ട ആൾ ആവശ്യമായാൽ അത്താഹു മിൻഹ, ഈ കറാമത്തിൽ നിന്ന് അവൻ കൊണ്ടുവരും മാ യുഖവ്വി ഈമാനഹു, ഇവന്റെ ഈമാൻ ശക്തിപ്പെടുത്തുന്ന ഒന്നിനെ, വയസുദ്ദു ഹാജതഹു, ഇവന്റെ ആവശ്യത്തിന് വീട്ടാൻ ആവശ്യമായ കറാമത്ത് ഉദ്ദേശിക്കുന്ന സമയത്ത് ഔലിയാക്കൾ കൊണ്ടുവരും എന്നാണ് ഇബ്നു തൈമിയ്യ പറയുന്നത്. എന്നിട്ട് പറയുന്നു വയകൂനു മൻ ഹുവ അക്മലു വിലായത്തൻ ലില്ലാഹി മിൻഹു മുസ്തഗ്നിയൻ അൻ ദാലിക ഫലാ യതീഹി മിസ്ലു ദാലിക ലിഉലുവി ദറജതിഹി വഗിനാഉ അൻഹാ ലാ ലിനഖ്സി വിലായതിഹി. അതേ സമയത്ത് കറാമത്തുകൾ പ്രകടമാകാത്ത, കറാമത്തുകൾ കാണിക്കാത്ത ധാരാളം ഔലിയാക്കൾ ഉണ്ടാകും. അത് അവർ മോശക്കാരായതുകൊണ്ടല്ല, ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. ലാലിനക്സ് വിലായത്തിഹി, വിലായത്ത് കുറഞ്ഞത് കൊണ്ടല്ല. വലിഹാദ, ഇക്കാരണം കൊണ്ടാണ് കാനത്ത് ഹാദിയിൽ ഉമൂറു, ഈ കാര്യങ്ങളൊക്കെ ഫിത്താബിഈന, താബിഈങ്ങളിൽ അക്സറ മിന്നാ ഫി സ്വഹാബത്തി, സ്വഹാബത്തൊക്കെ അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. ഈ സ്വഹാബത്തിൽ നിന്ന് കറാമത്ത് പ്രകടമായതിനേക്കാൾ കൂടുതൽ കറാമത്തുകൾ പ്രകടമായത് പിൽക്കാലക്കാരായ താബിഈങ്ങളിൽ നിന്നാണ്. അതിനെന്താ കാരണം? സ്വഹാബത്ത് മോശമായത് കൊണ്ടാണോ? അല്ല. അവർക്ക് കറാമത്ത് വെളിവായി ഈമാനിന് ശക്തി കിട്ടാനോ മറ്റാവശ്യങ്ങൾ നിറവേറ്റാനോ അവർക്ക് അന്ന് ആവശ്യമില്ല. റസൂല് കൂടെ ഉണ്ട്, അപ്പൊ മുഅ്ജിസത്ത് കൊണ്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ കറാമത്തിന്റെ ആവശ്യം അവിടെ അല്ല. അതേ സമയത്ത് പിൽക്കാലത്ത് അങ്ങനെയല്ല. ദുർബല വിശ്വാസികൾ ഈമാനൊക്കെ കുറഞ്ഞു വന്ന് അപ്പൊ ഒരു മഹാനിൽ നിന്നൊരു കറാമത്ത് കാണുമ്പോൾ വിശ്വാസം വർദ്ധിക്കാനും ഇതൊക്കെ കാരണമായതുകൊണ്ട് സ്വഹാബത്തിൽ കറാമത്ത് പ്രകടമാകുന്നതിനേക്കാൾ കൂടുതൽ പ്രകടമായത് താബിഈങ്ങളിലാണെന്നാ ഇബ്നു തൈമിയ്യ പറയുന്നത്, നമ്മളല്ല. ബിഖിലാഫി മൻ തജ്രി അലാ യദൈഹിൽ ഖവാരിഖു ലിഹുദൽ ഖൽഖി, സൃഷ്ടികളെ സന്മാർഗത്തിലേക്ക് നയിക്കാനും വലിഹാജത്തിഹിം, അവരെ ആവശ്യങ്ങൾ വീട്ടിക്കൊടുക്കാനും അസാധാരണ സംഭവങ്ങൾ വെളിവാകുന്നവർക്ക് ഇതിൽ നിന്ന് മാറ്റി നിർത്തണം. ഫഹാഉലായി അഅ്ളമു ദറജത്തൻ, ഇവർ ഏറ്റവും ഉന്നത പദവിയിൽ ഉള്ളവരാകുന്നു എന്ന് ഇബ്നു തൈമിയ്യ അൽ ഫുർഖാൻ ബൈന ഔലിയായിർ റഹ്മാനി വ ഔലിയായി ശൈത്താൻ എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തന്നെ മഹാനായ ഇമാം റംലി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ഫതാവ റംലിയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വായിച്ചു തരാം.